അമലതലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ശരിക്കും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്, എങ്കിലും പേരൻസും ശ്രദ്ധിക്കാം. കാരണം എല്ലാവരും തന്നെ പ്രാപ്തരായ കുട്ടികളായിരിക്കില്ലല്ലോ. ഹൈസ്കൂളിലുള്ള കുട്ടികൾ വേണമെങ്കിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണിത്. പിന്നെ കൊച്ചു കുട്ടികളാണെങ്കിൽ നമ്മൾ പേരൻസ് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് കുട്ടികളെ നിങ്ങൾ നേരത്തെ മേടിച്ച മാർക്ക്, നേരത്തെ എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ, നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാനാണ് ആഗ്രഹമെങ്കിൽ കഴിഞ്ഞ വർഷം മേടിച്ച മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടണം, അങ്ങനെ പുതിയ പുതിയ ഓരോ ചിന്തകളോടുകൂടി ആഗ്രഹത്തോടുകൂടിയൊക്കെ ക്ലാസ്സിൽ തുടങ്ങിയ സ്കൂളിൽ പോയ കുട്ടികളുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു നല്ലൊരു മാർക്ക്, ഉയർന്ന മാർക്ക് സ്കോർ ചെയ്ത് നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, കുട്ടികളെ നിങ്ങൾ ഒരു കാര്യം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഹാബിറ്റുണ്ട്, ഒരു ശീലമുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ മാറണം. ആ ശീലം മാറ്റി പുതിയ ഒരു ഹാബിറ്റ്, പുതിയൊരു ശീലത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചേ പറ്റുള്ളൂ. പുതിയ ശീലം എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ വെക്കേഷനൊക്കെ ആയിട്ട് കുറേ കാലങ്ങളായിട്ട് കൃത്യമായിട്ട് എഴുന്നേൽക്കത്തില്ല, കൃത്യമായിട്ട് കിടന്നുറങ്ങാറില്ല, ഫോൺ എപ്പോഴും യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊന്ന് വ്യതിചലിച്ച് നിങ്ങളൊരു പുതിയൊരു ശീലത്തിലേക്ക് എത്തണം. മീൻസ് അതിനുവേണ്ടി നിങ്ങൾ നല്ലൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. നല്ലൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് സമയം ഇച്ചിരി കൂടുതൽ കണ്ടെത്തി, രാത്രിയായാലും രാവിലെ ആയാലും ഫിക്സ്ഡായിട്ട് ടൈം നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ആ സമയം കണ്ടെത്തി നിങ്ങൾ ഫോളോ ചെയ്യുക. പഠനത്തിലേക്ക് ഫോളോ ചെയ്യാമെങ്കിൽ, പഠിക്കാമെങ്കിൽ, അങ്ങനെ ചിട്ടയായ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയിലൂടെ പോകാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ മൈൻഡ് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യുന്നത് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചൊന്നും ഈ മൈൻഡ് എന്ന് പറയുന്നത് വളരെ മാജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒരിക്കലും ഒരു കാരണവശാലും മൈൻഡ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അതിങ്ങനെ അലസതയാണ്. എപ്പോഴും ഒരേ ലെവലിൽ പോകാനാണ് മൈൻഡ് ആഗ്രഹിക്കുന്നത്. ഒരു മാറി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം, എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പം നമ്മൾ ആ മൈൻഡിനെ, ഓട്ടോ പൈലറ്റ് മോഡിലിരിക്കുന്ന മൈൻഡിനെ ഒന്ന് മാറ്റി ആക്റ്റീവ് മോഡിലാക്കിയിട്ട് നമ്മൾ പുതിയ രീതിയിൽ, പുതിയ മെത്തേഡ്സിൽ, പുതിയ സിസ്റ്റമാറ്റിക് സ്റ്റഡിയിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങാമെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ് മാറുമ്പം നിങ്ങളുടെ ഹാബിറ്റ് മാറുമ്പം നിങ്ങളുടെ പ്രവൃത്തിയിൽ മാറ്റം വരും. പ്രവൃത്തിയിൽ മാറ്റം വരുമ്പം പ്രവൃത്തിയിൽ ഇച്ചിരിയുടെ മോഡിഫിക്കേഷൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ ഹാബിറ്റ് മാറുന്നതനുസരിച്ച് പുതിയ പുതിയ മെത്തേഡ്സും പുതിയ ടെക്നിക്സും ടിപ്സും ഒക്കെ വെച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പം നിങ്ങൾ ഉദ്ദേശിച്ച സ്കോർ അച്ചീവ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? അപ്പം നമ്മളെല്ലാവരും ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ശീലങ്ങളെല്ലാം മാറ്റി ആ പഴയ ശീലം, ഓട്ടോ പൈലറ്റ് മോഡിലിരുന്ന നമ്മുടെ മൈൻഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഓട്ടോ പൈലറ്റ് മോഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഒരു ആക്റ്റീവ് മോഡിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. രാവിലെ 2 മണിക്കൂർ സമയം, വൈകിട്ടും ഒരു 2 മണിക്കൂർ സമയം പഠിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. എല്ലാവരും ഇത് ഓർക്കുമല്ലോ. അതുപോലെ തന്നെ ആരൊക്കെയാണോ ഇതുവരെ കണ്ടിട്ടുള്ളെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ അല്ലേ? അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും.